ഹലോ, നമസ്കാരം. ജൂലിയുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. കുറേ അബദ്ധങ്ങൾ അതിനിടയ്ക്ക് പറ്റി. അങ്ങനെ പറഞ്ഞ സമയത്തിന് കേക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ജൂലിക്ക് അത് വൈകിട്ട് കിട്ടിയാലും മതി എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ സമയമെടുത്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ 11 മണിയാകുമ്പോഴത്തേക്കും കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി 1:30 വരെ ഞാൻ ജോലി ചെയ്തിരുന്നു. മിക്കവാറും ബേക്കേഴ്സിനൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. രാവിലെ നമുക്ക് സമയത്തിന് കൊടുക്കണമെങ്കിൽ ഉറക്കമൊന്നൊരു വലിയ പ്രശ്നമില്ല. അപ്പം എന്നിട്ട് അതിൽ പറ്റിയിട്ടുള്ള ചെറിയൊരു മറവിയിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡിലേ ആവണത്. രാത്രി ഞാനേ ഗനാഷ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ക്രീമിന് ചെറിയ ഷോർട്ടുണ്ട്. ആ സമയത്ത് ഇൻസ്റ്റാമാർട്ടിൽ സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ സമയം ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ട്. ഒരു 2:30 ഞാൻ സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടും. പക്ഷേ ആ സമയത്ത് എനിക്ക് പുറത്തു പോകാനൊരു പേടി. അതുകൊണ്ട് ഞാൻ ഓർത്തു രാവിലെ ക്രീം വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാം. തൽക്കാലം ഗനാഷ് പ്രിപ്പയർ ചെയ്തു. പക്ഷേ നല്ല തിക്കായിരിക്കുമല്ലോ. രാവിലെ ക്രീം വാങ്ങിയിട്ട് ആ ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലൊഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ നേരെ അബദ്ധം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഗനാഷിലേക്ക് ക്രീം അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചൂടാക്കി. ഒന്നാമത് നല്ല തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ലൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അത്യാവശ്യം നല്ല പോറിങ് കൺസിസ്റ്റൻസിയിലാണ് ലൂസായി കിട്ടിയത്. പിന്നെ അതിനെ തിക്കാക്കി എടുക്കണമല്ലോ. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സമയം പോയി. ആദ്യം ഒരു ഡിസൈൻ ചെയ്തു, നല്ല വൃത്തിക്ക് കിട്ടിയതായിരുന്നു. പിന്നെ തോന്നി വേണ്ട, കുറച്ചുകൂടെ ഒന്ന് ആർഭാടാവാന്ന്. ഞാൻ എപ്പോഴൊക്കെ ആർഭാടം കൂട്ടണമെന്ന് വിചാരിക്കുന്നോ അപ്പോഴൊക്കെ എനിക്ക് പണി കിട്ടാറുണ്ട് എന്നുള്ളത് എത്ര പണി കിട്ടിയാലും എനിക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും എന്താണെങ്കിലും നേരം തെറ്റിയില്ല, അങ്ങോട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് മോൻ്റെ ബർത്ത്ഡേക്ക് കേക്കും മാക്രോൺസും ടാർട്ട്സും ഒക്കെ ഫുൾ ഒരു സെറ്റായിട്ട് തന്നെ ജൂലി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല ഫീഡ്ബാക്കും കിട്ടിയിരുന്നു. ഇത്തവണ ഒന്നും വന്നില്ല. ഞാൻ വിചാരിച്ചു രാത്രിയല്ലേ, ഇനിയിപ്പം തിരക്കൊക്കെ ആയിരിക്കും. രാവിലെ പ്രതീക്ഷിച്ചു. രാവിലെ എന്നോട് എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇടൂ എന്ന് പറയല്ലാണ്ട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ഞാൻ നല്ല ടെൻഷനായി. ഞാനൊരു ഓവർ തിങ്കർ ആണല്ലോ. ഏതൊക്കെ ആംഗിളിൽ നെഗറ്റീവ് ആലോചിക്കാമോ അതൊക്കെ ആലോചിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഫൈനലി ഞാൻ തന്നെ വിചാരിച്ചു അങ്ങോട്ട് ചോദിച്ചു വയ്ക്കാം. ഞാൻ സാധാരണ അങ്ങോട്ടേക്ക് ഫീഡ്ബാക്ക് ചോദിക്കുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുമല്ലോ എന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്, പക്ഷേ അത് പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ജൂലി പറഞ്ഞു, അയ്യോ ദീപ ഒന്നുമല്ല, നിറയെ ഗസ്റ്റായിരുന്നു, എനിക്ക് ഒരു സമയം കിട്ടണില്ല അതുകൊണ്ടാണെന്ന്. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എന്തൊക്കെ ആലോചിച്ച് കൂട്ടി എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണെങ്കിലും കേക്ക് ഒരു പൊടി പോലും ഇല്ലാണ്ട് ഫിനിഷായി എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത്.